RRB NTPC 2025 പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ ഏത് സോണിൽ അപ്ലൈ ചെയ്യണം, ഏത് സോണിൽ അപ്ലൈ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉള്ള ചാൻസസ് മാക്സിമം ആവുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സോൺ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഇനി ഏത് സോണിലാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം 21 RRBs ആണ് ആകെ മൊത്തത്തിലുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു RRBയിൽ മാത്രമേ ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ അതിൽ ഏത് RRB ആണ് സെലക്ട് ചെയ്യേണ്ടത്? എൻ്റെ വീടിനടുത്ത് അല്ലെങ്കിൽ വീട്ടിനടുത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, കേരളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ചിലർ നോർത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇങ്ങനെ പല പല ഫാക്ടേഴ്സും പല പല ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അത്തരത്തിൽ പല ഫാക്ടേഴ്സ് ഉള്ള പല ആൾക്കാർക്കും പലതരത്തിലുള്ള സോണുകളായിരിക്കും ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും ഈ വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് സോൺ സെലക്ഷൻ വളരെ ക്രിട്ടിക്കൽ ആകുന്നത്? സോൺ സെലക്ഷൻ എന്തുകൊണ്ടാണ് ക്രിട്ടിക്കൽ ആകുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് സോണിലാണ് എക്സാം എഴുതുന്നത് ആ സോണിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. നിങ്ങൾ RRB ട്രിവാൻഡ്രം ആണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തിലാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോർത്തിലുള്ള ഏതെങ്കിലും RRBയിലാണ് എഴുതുന്നതെങ്കിൽ അതിന്റെ പരിധിയിലായിരിക്കും ജോലി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സോൺ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഒരു സീരിയസ് ആസ്പിരന്റിനെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലാണ്. ഇപ്പോൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ റീലൊക്കേഷൻസും നിങ്ങളുടെ ഫാമിലീസും ഇങ്ങനെ പല ഫാക്ടേഴ്സും ഒരുപക്ഷെ ഉണ്ടാവും. അതുകൊണ്ട് വളരെ ആലോചിച്ച് മാത്രം നിങ്ങൾ സോൺ സെലക്ഷൻ സെലക്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ലീഡ് ചെയ്യാൻ പോകുന്ന, നിങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ പോകുന്ന സ്ഥലമാണത്. സോ നിങ്ങളുടെ പ്ലേസ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടെന്ന് പറയുന്നത്, എല്ലാ സോണിലും ഒരുപോലെ ആയിരിക്കില്ല കട്ട് ഓഫുകൾ അല്ലെങ്കിൽ അവിടുത്തെ കോമ്പറ്റീഷനുകൾ തുടങ്ങിയ കാര്യങ്ങൾ. അത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്കറിയാം വേക്കൻസീസിനെ ഡിപ്പെൻഡ് ചെയ്യും, അവിടുത്തെ ലോക്കൽ കോമ്പറ്റീഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടുത്തെ കട്ട് ഓഫ് എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഏകദേശം 1 കോടിയിൽ പുറത്ത് ആളുകൾ എഴുതുന്ന പരീക്ഷയാണ്. ഒരു 1.21 crores ആപ്ലിക്കൻസിന് അടുത്ത് നടത്തുന്ന ഈ പരീക്ഷ. അതിൽ വേക്കൻസി ഫില്ല് ചെയ്യുന്നവർ 5810 വേക്കൻസീസ് മാത്രമാണ് ഈ ഒരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാം വഴി ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സെലക്ഷൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 0.09% ആണ് സെലക്ഷൻ ചാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സിനാരിയോയിൽ നിങ്ങൾ ഒരു സെലക്ട് ചെയ്യുന്ന സോൺ തന്നെ വളരെ ക്രൂഷ്യൽ ആയിരിക്കും. കാരണം നിങ്ങൾക്കറിയാം കട്ട് ഓഫ് ഒരുപക്ഷെ 70 മുതൽ 84 റേഞ്ച് വരെ, ഈ ഒരു റേഞ്ചിലായിരിക്കും വേരി ചെയ്യുന്നത്. പലർക്കും കട്ട് ഓഫ് വരുന്ന അല്ലെങ്കിൽ പലരുടെയും ബ്രേക്ക് ഈവൻ മാർക്ക് എന്ന് പറയുന്ന ഒരു റേഞ്ച് തന്നെയാണ് 70 to 80 റേഞ്ച് എന്ന് പറയുന്നത്. അതായത് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ എത്തുന്ന ഒരു ബോർഡർ ലൈൻ മാർക്കുകളാണ്. അപ്പൊ ഈ ഒരു റേഞ്ചിലാണ് മെജോറിറ്റി ആൾക്കാരുടെയും മാർക്കുകൾ വേരി ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സോൺ അനുസരിച്ച് ചില ആൾക്കാർ ചിലപ്പം കട്ട് ഓഫ് ക്ലിയർ ചെയ്തു എന്ന് പറയും, അതേ മാർക്ക് മറ്റൊരു സോണിൽ മേടിച്ച ആൾ ചിലപ്പം കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെലക്ഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് സോൺ സെലക്ഷൻ. അപ്പോൾ സോൺ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഏത് സോണാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓരോ കാര്യവും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. ഇനി സോൺ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കീ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ആദ്യം തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം സേഫ് സോണുകൾ ഏതൊക്കെ സോൺ നമുക്ക് സെലക്ട് ചെയ്യാം, നമ്മൾ സെലക്ട് ചെയ്യാൻ എടുക്കുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെ. ഓരോ ആൾക്കാരുടെയും റിക്വയർമെന്റ് ഡിഫറെന്റ് ആണ് അല്ലെ. ചില ആൾക്കാർ വീട്ടിൽ നിന്ന് പോയി വന്ന് ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ചിലർക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് ട്രാവൽ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പല കൺസിഡറേഷൻ ആണ് ജോബുമായിട്ട് ബന്ധപ്പെട്ടും മറ്റു പല കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കീ സോൺ സെലക്ഷൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ടോട്ടൽ വേക്കൻസീസ് പെർ സോൺ. നമ്മൾ സോൺ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമത് കൺസിഡർ ചെയ്യേണ്ടത് അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. ആ ബെറ്റർ വേക്കൻസീസ് മീൻസ് ബെറ്റർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സെലക്ഷൻ. അപ്പോൾ വേക്കൻസീസ് വളരെ കൂടുതലാണോ അല്ലെങ്കിൽ വേക്കൻസീസ് വളരെ ലിമിറ്റഡ് ആണോ എന്ന് നോക്കണം. അതൊരു ഫാക്ടർ ആയിരിക്കും. രണ്ടാമത്തെ ഫാക്ടർ എക്സ്പെക്ടഡ് കട്ട് ഓഫ്. എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പാരിസൺ ചെയ്ത് മാത്രമേ എക്സ്പെക്ടഡ് കട്ട് ഓഫ് പറയാൻ പറ്റൂ ഇപ്പോൾ. കാരണം എക്സാം പോലും നടന്നിട്ടില്ല, എക്സാം നടക്കാൻ പോകുന്നതുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്നൊരു കാര്യത്തിന് നമുക്ക് 2024 നടന്ന NTPC പരീക്ഷയുടെ കമ്പാരിസൺ ചെയ്ത് മാത്രമേ പറയാൻ പറ്റൂ. എത്രയായിരുന്നു ലാസ്റ്റ് ഇയർ വന്നത്, അതിന് സിമിലർ ആയിട്ടായിരിക്കും ഒരു പക്ഷേ ഈ വർഷം വരുന്നത് എന്നൊരു കമ്പാരിസൺ മാത്രമേ പറയാൻ പറ്റൂ. കാരണം നമ്മൾ അത്തരത്തിലുള്ള കമ്പാരിസൺ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നടക്കും. അല്ലെങ്കിൽ എക്സ്പെക്ടഡ് കട്ട് ഓഫ് 2024 നടന്നതിന് അതുപോലെ തന്നെ ആയിരിക്കും ഇപ്രാവശ്യം കട്ട് ഓഫ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ലാസ്റ്റ് ഇയർ നിങ്ങളോട് പറഞ്ഞിരുന്നു. കാരണം എല്ലാവരും ഈ ഒരു റീജിയനിൽ കട്ട് ഓഫ് കുറവാണെന്ന് എക്സ്പെക്ട് ചെയ്ത് അവിടെ അപ്ലൈ ചെയ്താൽ അവിടെ കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും കൂടും. തീർച്ചയായിട്ടും ആ ഒരു ഫാക്ടർ ഒരു അനിശ്ചിതത്വം ഉള്ള ഒരു ഫാക്ടർ തന്നെയാണ് എക്സ്പെക്ടഡ് കട്ട് ഓഫ്. നെക്സ്റ്റ്, ലോക്കൽ വേഴ്സസ് നാഷണൽ വൈഡ് കോമ്പറ്റീഷൻ. അതായത് ലോക്കൽ കോമ്പറ്റീഷനും നാഷണൽ വൈഡ് കോമ്പറ്റീഷൻ. ചില സ്റ്റേറ്റുകളുണ്ട് പൊതുവെ അവിടെ റെയിൽവേ എക്സാംസിന് ഭയങ്കര ഡിമാൻഡാണ്. സോ ഒരുപാട് ആൾക്കാർ അവിടെ വളരെ
നാളുകളായിട്ടിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നു. പ്രത്യേകിച്ചും പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും ഇതാണ് അവസ്ഥ. യുപിയിലൊക്കെ വളരെ വലിയ കോമ്പറ്റീഷൻ ആണ്. ഓവറോൾ വേക്കൻസീസ് കൂടുതലാണെങ്കിൽ പോലും അവിടെ റെയിൽവേ എക്സാംസിന് വലിയ ട്രെൻഡ് ഉണ്ടായതുകൊണ്ട് അവിടെ കോമ്പറ്റീഷൻ കൂടുതലാണ്. പിന്നെ ചില സമയങ്ങളിൽ ചില സിറ്റുവേഷൻസിൽ ചില സ്റ്റേറ്റ്സിൽ റെയിൽവേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരീക്ഷകൾ വിളിക്കുമ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ലോക്കൽ കോമ്പറ്റീഷനും ഫാക്ടറാണ്, തീർച്ചയായിട്ടും ഫാക്ടറാണ്. അത് മൂന്നാമത്തെ കാര്യം. ഇനി 4 ജോഗ്രഫിക്കൽ പോസ്റ്റിംഗ് ആൻഡ് റീലൊക്കേഷൻ നീഡ്സ്. അതായത് ചില സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും ശ്രീനഗർ പോലെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ പലപ്പോഴും അവിടെ വേക്കൻസീസ് കുറവാണെങ്കിൽ പോലും അവിടെ സാധ്യത കൂടുതലാണ്, കട്ട് ഓഫ് ചിലപ്പം കുറവായിരിക്കും. അങ്ങനെയാണ് കാണുന്നത്. കാരണം അവിടേക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഒരുപാട് ആൾക്കാർ അവിടെ പോയി പരീക്ഷ എഴുതാനോ ആ സോൺ സെലക്ട് ചെയ്യാനോ തീരുമാനിക്കത്തില്ല. കാരണം എന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു, ജോഗ്രഫിക്കൽ റീസൺസ്. അത്തരത്തിൽ അങ്ങനെയുള്ള പല സോണുകളിലും പലപ്പോഴും കട്ട് ഓഫ് കുറവായിരിക്കും, കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും കുറവായിരിക്കും, വേക്കൻസീസ് കുറവായിരിക്കെ തന്നെ അവിടെ നമ്മുടെ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. അത് അടുത്തൊരു ഫാക്ടറാണ്. അഞ്ചാമത്തത് ലോങ് ടേം കരിയർ ഇംപ്ലിക്കേഷൻസ്. അതായത് ലോങ് ടേമിൽ, ജോലി പെർസ്പെക്റ്റീവിൽ ലോങ് ടേം അവിടെ നിൽക്കേണ്ടതാണ് എന്ന് കൺസിഡറേഷനിൽ പലരും അവരുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാൻ പലരും ആഗ്രഹിക്കും. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സുമാണ് സോൺ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നുകൂടെ പറയാം, 5 കാര്യങ്ങൾ പറഞ്ഞു. വേക്കൻസി അഫക്റ്റ് ചെയ്യും, അതായത് അവിടുത്തെ കട്ട് ഓഫ്, അവിടുത്തെ കോമ്പറ്റീഷൻ വേക്കൻസീസിന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. 2, അവിടുത്തെ എക്സ്പെക്ടഡ് കട്ട് ഓഫ്, ലാസ്റ്റ് ഇയർ നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് വെച്ച് കമ്പയർ ചെയ്താൽ അവിടെ എത്രമാത്രം കോമ്പറ്റീഷൻ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയാം. പിന്നെ അവിടുത്തെ ലോക്കൽ വേഴ്സസ് നാഷണൽ വൈഡ് കോമ്പറ്റീഷൻ പറഞ്ഞു. ജോഗ്രഫിക്കൽ പോസ്റ്റിംഗ് ഞാൻ പറഞ്ഞു, ചില സ്ഥലങ്ങൾ കാശ്മീർ പോലെയുള്ള ചില സ്ഥലങ്ങൾ, സിൽഗുരി, കാശ്മീർ തുടങ്ങിയ പ്ലേസസ് ഒരുപക്ഷെ അവിടെ ചില നക്സൽ ആളുകൾ, നക്സൽ പ്ലേസസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യാനുള്ള ചില സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒരുപക്ഷെ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. ജോഗ്രഫിക്കൽ പോസ്റ്റിംഗ് ആൻഡ് റീലൊക്കേഷൻ നീഡ്സ്. ലാസ്റ്റ് കരിയർ ഒബ്ജക്റ്റീവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ലൈഫിലെ ബെറ്റർ ടൈം അവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് കുറെ ആൾക്കാർ സ്വന്തം നാട്ടിൽ തന്നെ സോൺ സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള 5 ഫാക്ടേഴ്സിന്റെ മിക്സ്ചർ ആയിരിക്കും എപ്പോഴും ഒരു സോണിലെ സെലക്ഷന്റെ സാധ്യത ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ വേക്കൻസി മാത്രം കൂടി, വേക്കൻസി കൂടുതലാണ് സോ അവിടെ കട്ട് ഓഫ് കുറവായിരിക്കും എന്നൊരിക്കലും പറയാൻ പാടില്ല. ഇതാദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. വേക്കൻസി മാത്രം വെച്ചിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുടെ മിക്സ്ചർ ആണ് അവിടെ കട്ട് ഓഫ് കൂടുമോ കുറയുമോ എന്ന് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട 21 RRBസിന്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. 21 RRBs, 21 RRBസിലും അവിടെ താരതമ്യേന നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കോമ്പറ്റീഷൻ ലെവലും അതുപോലെ തന്നെ അവിടുത്തെ വേക്കൻസിയും എക്സ്പെക്ടഡ് കട്ട് ഓഫും കാണിക്കുന്ന ഒരു ടേബിൾ ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. RRB ബിലാസ്പൂർ ഏറ്റവും കൂടുതൽ വേക്കൻസി 864 വേക്കൻസീസ് ആണുള്ളത്. 864 വേക്കൻസീസ് ഉണ്ട്. എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 73 to 77 ആണ് പറയുന്നത്. ഒരിക്കൽ കൂടി പറയട്ടെ, എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് വരാൻ സാധ്യതയുള്ള കട്ട് ഓഫ് ആണ് എന്ന് കരുതരുത്. ഇത് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തിന്റെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എന്തുമാത്രം കോമ്പറ്റീഷൻ ഉള്ള സ്പേസ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ നമ്പേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇത്ര മാർക്ക് മേടിച്ചാൽ എനിക്ക് ജോലി കിട്ടുമെന്ന് ഒരിക്കലും കരുതരുത്. അങ്ങനെയല്ല ഒരു കോമ്പറ്റീഷന് പഠിക്കുന്ന, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസ് ചിന്തിക്കേണ്ടത്. അപ്പൊ ലോ ടു മോഡറേറ്റ് കോമ്പറ്റീഷൻ ആണ് അവിടെ വരുന്നത്. അതുപോലെ RRB കൊൽക്കത്ത വേക്കൻസി വളരെ കൂടുതലാണ്, 685 ആണെങ്കിൽ പോലും അവിടെ വെരി ഹൈ കോമ്പറ്റീഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 79 to 83 റേഞ്ച് ആയിരിക്കും ഒരു പക്ഷേ എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ്. ഞാൻ നേരത്തെ പറഞ്ഞു, കട്ട് ഓഫ് മനസ്സിലാക്കേണ്ടത് അവിടുത്തെ കോമ്പറ്റീഷന്റെ സ്പിരിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ RRB റാഞ്ചി പറയുന്നുണ്ട്. RRB മുംബൈ 596 വേക്കൻസി ഉണ്ട്, പക്ഷേ വെരി ഹൈ കട്ട് ഓഫ് ആണ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ലോ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു പ്രദേശമാണ്, പലരും നോക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് RRB മാൾഡ. RRB മാൾഡ 522 വേക്കൻസി ഉണ്ട്. എക്സ്പെക്ട് ചെയ്യുന്ന കട്ട് ഓഫ് 72 to 76. അതായത് ഏറ്റവും കുറവ് കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു RRB ആണ് RRB മാൾഡ. അവിടെ ലോ കട്ട് ഓഫ് ആണ് പറയുന്നത്. ഇതുപോലെ ഓരോ RRBസിന്റെയും കട്ട് ഓഫ് പറയുന്നുണ്ട്. ഇനി ലോ കട്ട് ഓഫ് പറയുന്ന 1-2 സ്ഥലങ്ങൾ കാണിക്കാം. RRB ജമ്മു 32 വേക്കൻസിയേ ഉള്ളൂ, പക്ഷേ നമ്മൾ ലോ കട്ട് ഓഫ് ആണ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് 73-77 റേഞ്ചിലാണ് അവിടുത്തെ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ RRB മുസാഫർപൂർ ഉണ്ട്, അവിടെയും ലോ കട്ട് ഓഫ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 74-78 റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. RRB സിലിഗുരി ഇവിടെ രണ്ടും 21 വേക്കൻസീസേ ഉള്ളൂ, പക്ഷേ 72-76 റേഞ്ചിലാണ് അവിടുത്തെയും കട്ട് ഓഫുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി വെരി ഹൈ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഒന്ന് RRB കൊൽക്കത്ത, മറ്റൊന്ന് RRB മുംബൈ, അതുപോലെ തന്നെ RRB പ്രയാഗ്രാജ്. UPയിലൊക്കെ വളരെ വലിയ കോമ്പറ്റീഷൻ ആണ് നേരിടുന്നത്. ഒരുപാട് വേക്കൻസി ഉണ്ടോ അല്ലെങ്കിൽ വേക്കൻസീസിന്റെ നമ്പർ ഇതുമായിട്ട് ചേർത്ത് വായിക്കാം എങ്കിൽ പോലും വളരെ വലിയ കോമ്പറ്റീഷൻ നേരിടുന്ന സ്ഥലങ്ങളാണ്. ബാക്കിയുള്ളത് ഹൈ
ഹൈ, മോഡറേറ്റ്, മോഡറേറ്റ് ടു ഹൈ തുടങ്ങിയ രീതിയിൽ ഈ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് അറിയാം. ഇത് ഓവറോൾ 21 RRBസിന്റെയും ഒരു അനാലിസിസ് ആണ് ഇവിടെ കാണുന്നത്. ഇനി പ്രത്യേകിച്ചും നമ്മൾ സൗത്തിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ കേരള റീജിയനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യാൻ സാധ്യതയുള്ള പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് RRBs മാത്രം സെപ്പറേറ്റ്ലി ഇവിടെ നിങ്ങൾക്ക് കാണിക്കാം. അതായത് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലൊക്കേഷൻ ആണ്. ഒരുപാട് ഡിസ്റ്റൻസ് റീലൊക്കേറ്റ് ചെയ്യാൻ പലർക്കും ചിലപ്പോൾ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഡിസ്റ്റൻസ് ഒരു ഫാക്ടർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് ഒരു ഇന്ത്യയുടെ സദേൺ പാർട്ടിലുള്ള ആൾക്കാർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് സോൺസിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതായത് ആദ്യം ഏറ്റവും വേക്കൻസി കൂടുതൽ ആ കൺസിഡർ ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്ന 9 RRBs ആണ് ഇവിടെ ഉള്ളത്. ഈ 9 RRBs ആയിരിക്കും ഒരുപക്ഷെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സദേൺ പാർട്ടിൽ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യാൻ സാധ്യതയുള്ള 9 RRBs ആണ് ഇവിടെ കാണിച്ചത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി കാണുന്നത് 864 ബിലാസ്പൂർ ആണ്. 864 വേക്കൻസീസ് വരുന്നത്. താരതമ്യേന ലോ കട്ട് ഓഫ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്ത് 73-77 റേഞ്ച് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഈ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വർഷം ഇത്ര കട്ട് ഓഫ് വരുമെന്നാരും ധരിക്കേണ്ട. ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് കരുതുക. അല്ലാതെ 73 മാർക്ക് മേടിച്ചാൽ എനിക്ക് ജോലി കിട്ടുമെന്നാരും ധരിക്കേണ്ട. ജസ്റ്റ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ്. പിന്നെ RRB കൊൽക്കത്ത എന്ന് പറയുന്ന 685 വേക്കൻസി ഉണ്ട്. വേക്കൻസി കുറവാണ്. അവിടെ ഹൈ കട്ട് ഓഫ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ചില RRBs നോർമലി തന്നെ എല്ലാ വർഷങ്ങളിലും അത്യാവശ്യം നല്ല കോമ്പറ്റീഷനും നല്ല കട്ട് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ കൊൽക്കത്ത അത്തരത്തിൽ വെരി ഹൈ കട്ട് ഓഫ് ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ റാഞ്ചി 651 വേക്കൻസി ഉണ്ട്. മോഡറേറ്റ് കട്ട് ഓഫ് ആണ് അല്ലെങ്കിൽ മോഡറേറ്റ് കോമ്പറ്റീഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ മുംബൈ വെരി ഹൈ കോമ്പറ്റീഷൻ നേരിടുന്ന ഒരു സ്ഥലമാണ്. വെരി ഹൈ ആണ്, 596 വേക്കൻസി ഉണ്ടായിട്ട് പോലും. പിന്നെ മാൾഡ ഒരുപാട് നമ്പർ ഓഫ് വേക്കൻസി ഉണ്ട്, 522 വേക്കൻസീസ് ഉണ്ട്. പക്ഷെ ലോ കോമ്പറ്റീഷൻ ആണ്. ആക്ച്വലി വളരെ സേഫ്റ്റി മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും. പക്ഷേ ഇത് ഡിസ്റ്റൻസ് കേരളത്തിലെ സംബന്ധിച്ച്, കേരളത്തിൽ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടേക്ക് വർക്ക് ചെയ്യാനോ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത് സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ അത്ര ബെറ്റർ ഓപ്ഷൻ ആയിരിക്കില്ല. ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് RRB മാൾഡ. അവിടെ 72 റേഞ്ചിൽ മാത്രമാണ് ഒരുപക്ഷെ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. പിന്നീട് സെക്കന്ദരാബാദ് ഹൈ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, 396 വേക്കൻസീസ് ഉണ്ട്. പിന്നീട് ബാംഗ്ലൂർ മോഡറേറ്റ് ടു ഹൈ ലെവലാണ്, 241 വേക്കൻസീസ് ഉണ്ട്. കുറച്ച് കട്ട് ഓഫ്, അതായത് ഒരുപാട് വലിയ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നില്ല, മോഡറേറ്റ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ചെന്നൈ അതുപോലെ 187 വേക്കൻസി ആണുള്ളത്, 78 to 82 ഹൈ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ട്രിവാൻഡ്രം മോഡറേറ്റ് വേക്കൻസിയാണ്. വേക്കൻസീസിന്റെ നമ്പർ വളരെ കുറവാണ്. മോഡറേറ്റ് കട്ട് ഓഫ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ട്രിവാൻഡ്രം മോഡറേറ്റിൽ നിന്ന് മാറി ഹൈ കട്ട് ഓഫ് വരുന്ന ഒരു റീജിയൻ ആയിട്ട് മാറിയേക്കാനും സാധ്യതയുണ്ട്. അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു കാര്യം ഇത് ഇത്രയും പറയുന്നുണ്ടെങ്കിലും കൃത്യം ഇതുപോലെ നടക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം മോഡറേറ്റ് കോമ്പറ്റീഷൻ കാണുന്ന സ്ഥലങ്ങൾ അടുത്ത വർഷം വരുമ്പോൾ ഈ ഒരു അനാലിസിസ് ബേസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ അപ്ലൈ ചെയ്യും. ഈ സിനാരിയോ ഒരുവിധമൊക്കെ മാറിയിരിക്കും. പക്ഷെ ചിലത് വളരെ ലോ കോമ്പറ്റീഷൻ നേരിടുന്നു എന്ന് പറയുന്നത് ഒറ്റയടിക്ക് വളരെ ഹൈ കോമ്പറ്റീഷൻ നേരിടുന്ന തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ഒരു സദേൺ ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സാധ്യതയുള്ള ഓരോ RRBs. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡീറ്റെയിൽസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി കോമ്പറ്റീഷന്റെ കാറ്റഗറീസ് ജസ്റ്റ് ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് മാത്രം പറയാം. ഏറ്റവും വെരി ഹൈ കോമ്പറ്റീഷൻ നേരിടുന്ന RRBs ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, അതായത് അവിടെ ഒരു 80 മാർക്കിന് മുകളിൽ മിനിമം നിങ്ങൾ സ്കോർ ചെയ്താലേ നിങ്ങൾക്ക് അവിടുത്തെ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് നിൽക്കാൻ പറ്റും. അത്തരത്തിൽ വെരി ഹൈ കോമ്പറ്റീഷൻ നേരിടുന്നത് ചണ്ഡീഗഡ്, കൊൽക്കത്ത, മുംബൈ, പ്രയാഗ്രാജ്. ഈ 4 സോൺസിനെ വേണമെങ്കിൽ വെരി ഹൈ കോമ്പറ്റീഷൻ നേരിടുന്നതെന്ന് പറയാം. ഇനി മോഡറേറ്റ് കൂട്ടത്തിൽ ഏകദേശം 73 അല്ലെങ്കിൽ 73 to 78 റേഞ്ച് മാർക്ക് മേടിക്കേണ്ടത് നമുക്ക് ബാംഗ്ലൂർ, റാഞ്ചി അതുപോലെ ട്രിവാൻഡ്രം മോഡറേറ്റിന്റെ ഒരു ഏരിയയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഹൈ കോമ്പറ്റീഷൻ തന്നെ നേരിടുന്നതാണ് ചെന്നൈ, പാട്ന, സെക്കന്ദരാബാദ്, അഹമ്മദാബാദ്. അപ്പം ഇത്രയും സൈഡിൽ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ചണ്ഡീഗഡ് ആയിക്കോട്ടെ, കൊൽക്കത്ത ആയിക്കോട്ടെ, മുംബൈ ആയിക്കോട്ടെ, പ്രയാഗ്രാജ്, ചെന്നൈ, പാട്ന, സെക്കന്ദരാബാദ്, അഹമ്മദാബാദ്, ഇത്രയും ഹൈ കോമ്പറ്റീഷൻ തന്നെ നേരിടുന്ന സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇനി മോഡറേറ്റ് കോമ്പറ്റീഷൻ ഉള്ള ബാംഗ്ലൂർ, റാഞ്ചി, ട്രിവാൻഡ്രം, അതുപോലെ ലോ കോമ്പറ്റീഷൻ നേരിടുന്ന മാൾഡ, ബിലാസ്പൂർ, ജമ്മു, സിൽക്കുരി, ഇത്രയും കാര്യങ്ങൾ ലോ കോമ്പറ്റീഷൻ. പക്ഷേ ഇതിനകത്ത് ബാംഗ്ലൂരോ റാഞ്ചിയോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിന്റെ കാറ്റഗറി ഒരുപക്ഷെ ഹൈ കോമ്പറ്റീഷൻ സ്ഥലത്തേക്ക് മൂവ് ചെയ്തേക്കാം. ഒരു പക്ഷേ കൺസിഡറിങ് ദ വേക്കൻസീസ്, അതുപോലെ ഇപ്പോഴത്തെ ഒരു സദേൺ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഇതിന്റെ ഒരു കാറ്റഗറി ഒരുപക്ഷെ ഹൈ കോമ്പറ്റീഷനിലേക്ക് മാറിയേക്കാം എന്നാണ് പറയുന്നത്. ഇനി കോമ്പറ്റീഷൻ കാറ്റഗറി ഉള്ള RRBs പറഞ്ഞു. ഇനി RRBs മാത്രമല്ല
ഏത് RRB ആണ് കോമ്പറ്റീഷൻ കൂടുതൽ എന്നൊരു കാര്യം മാത്രമല്ല ഒരുപക്ഷെ നിങ്ങൾ സോൺ സെലക്ട് ചെയ്യുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ പല പല കാര്യങ്ങളായിരിക്കും. അതായത് കേരളത്തിൽ ഒരു ആസ്പിരന്റിന് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ള സോണുകൾ ഏതാണ്, അവരുടെ ഡിസ്റ്റൻസ് ആയിരിക്കും ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ വീടിന് ഏറ്റവും അടുത്തായിരിക്കും ചിലപ്പോൾ അവർ നോക്കുന്നത്. അപ്പോൾ ഒരു കേരള ആസ്പിരന്റിനെ സംബന്ധിച്ച് അവരുടെ ടോപ്പ് റെക്കമെൻഡഡ് RRBs ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒന്നാം നമ്പറിൽ തന്നെ ട്രിവാൻഡ്രം വരും, യാതൊരു സംശയമില്ല. വേക്കൻസീസ് 58 വേക്കൻസീസ് ആണ് ആകെയുള്ളത്. മോഡറേറ്റ് കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമെങ്കിലും ഒരിക്കൽ കൂടി പറയട്ടെ, ഒരുപക്ഷെ ഹയർ കോമ്പറ്റീഷൻ ഹൈ കട്ട് ഓഫ് വരാൻ സാധ്യത ട്രിവാൻഡ്രത്തിൽ കാണുന്നുണ്ട്. ബെസ്റ്റ് ഫോർ പോസ്റ്റിംഗ് ഇൻ കേരളത്തിൽ പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ RRB ട്രിവാൻഡ്രം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ RRB അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ തന്നെ ജോലി വേണം, വേറെ ചോദ്യങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിൽ RRB ട്രിവാൻഡ്രത്തിൽ അപ്ലൈ ചെയ്യുക, ഏറ്റവും നന്നായിട്ട് പഠിക്കുക, ഏറ്റവും നല്ല സ്കോർ മേടിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. RRB ട്രിവാൻഡ്രത്തിൽ അപ്ലൈ ചെയ്യുക. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് കുറച്ചൊക്കെ ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തോട്ടായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളുടെ നോർത്തേൺ സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് RRB ബാംഗ്ലൂർ അപ്ലൈ ചെയ്യാം. അവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. മോഡറേറ്റ് ടു ഹൈ കോമ്പറ്റീഷൻ ആണ് അവിടെ കാണുന്നത്. മോഡറേറ്റ് ടു ഹൈ കോമ്പറ്റീഷൻ ആണ് ബാംഗ്ലൂരിൽ കാണുന്നത്. അത് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ കരുതാം. ഇനി 3, ചെന്നൈ എന്ന് പറയുന്നത് വളരെ അടുത്താണ് കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ചെന്നൈയിൽ പോകുക എന്ന് പറയുന്നത് വളരെ ദൂരമുള്ള പ്ലേസ് ഒന്നുമല്ല. സോ ചെന്നൈ നെയ്ബറിംഗ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ അവിടെയും കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും കൂടുതൽ തന്നെ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതായത് കേരളവും തമിഴ്നാടും ഈ രണ്ട് സ്ഥലങ്ങളായിരിക്കും കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി രണ്ട് സോണിലും എഴുതാനുള്ള സാധ്യതയുണ്ട്. സോ ചെന്നൈയും നമ്മൾ ഹൈ കോമ്പറ്റീഷൻ സോണിൽ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കന്ദരാബാദിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസീസ് ഹയർ ഉണ്ട്. ഇതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറേം കൂടെ ബെറ്റർ ആണ്. പക്ഷേ ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്, കുറച്ചുകൂടി ദൂരം കൂടുതലാണ് സെക്കന്ദരാബാദ്. അത് അടുത്ത ഓപ്ഷൻ ആയിട്ട് ഒരുപക്ഷെ എടുക്കാം. ഇനി അഞ്ചാമത്തെ ഓപ്ഷൻ ബിലാസ്പൂർ, ഹയസ്റ്റ് വേക്കൻസി, ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഒരു സ്ഥലമാണ് RRB ബിലാസ്പൂർ. അവിടെ ലോ ടു മോഡറേറ്റ് കോമ്പറ്റീഷൻ ആണ്, ദൂരമാണ്, വളരെ ദൂരം കൂടുതലുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ നമ്മളങ്ങ് നോർത്തേൺ പാർട്ടിലോട്ടൊന്നും പോകണമെങ്കിൽ പോലും ഏകദേശം സെൻട്രൽ വരെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ട്രാവൽ വളരെ ആവശ്യമാണ്. സോ ബിലാസ്പൂർ, അതുപോലെ തന്നെ മാൾഡ, ഹൈ വേക്കൻസി ഉണ്ട്, രണ്ടിടത്തും ഹൈ വേക്കൻസി ഉണ്ട്. മാൾഡയിൽ ഏറ്റവും ലോവസ്റ്റ് കോമ്പറ്റീഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ ഏറ്റവും ദൂരം കൂടിയ സ്ഥലവും മാൾഡയാണ്. അപ്പം ഇങ്ങനെയുള്ള 5 സോണുകൾ ഒരു ഡിസ്റ്റൻസിന്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ട്രാവൽ ചെയ്തെത്താനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ലൊക്കേഷന്റെ ദൂരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 5 സോണുകൾ. 1 ട്രിവാൻഡ്രം, 2 ബാംഗ്ലൂർ, 3 ചെന്നൈ, 4 സെക്കന്ദരാബാദ്, 5 ബിലാസ്പൂർ, 6 മാൽഡ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ എപ്പോഴും ഡിസ്റ്റൻസ് മാത്രം കൺസിഡർ ചെയ്തിട്ടല്ല നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. പല പല ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഏത് സോൺ സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ചിലർക്ക് ഡിസ്റ്റൻസ് ആണ്, അതായത് ചിലർക്ക് പ്രത്യേകിച്ചും സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ളവർ അതനുസരിച്ചുള്ള ജോബ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അവർക്ക് ദൂരെ ജോലി കിട്ടിയാൽ ബുദ്ധിമുട്ടായിരിക്കും. ചിലർ സൗത്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഓക്കെ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ ഫാമിലീസ് പലരും വർക്ക് ചെയ്യുന്നത് പല സ്ഥലങ്ങളിലായിരിക്കും. ഇന്ത്യയുടെ സദേൺ പാർട്ടിൽ പലയിടത്തും ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് സൗത്ത് ഇന്ത്യ മൊത്തവും പ്രിഫറൻസ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഇതൊന്നുമല്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടാൻ മതിയെന്നായിരിക്കും. എനിക്ക് സ്ഥലം പ്രശ്നമല്ല, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ്, ബാച്ചലറാണ്, അപ്പൊ ഈ തരത്തിലായിരിക്കും എൻ്റെ ലൈഫ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് ട്രാവൽ പ്രശ്നമല്ല, മാത്രമല്ല ഞാൻ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ലൊക്കേഷൻ പ്രശ്നമല്ല, പക്ഷെ പെട്ടെന്ന് ജോലി കിട്ടണം, ഏറ്റവും സാധ്യത വേണം. ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. ഒന്ന്, ഹോം സോൺ എന്ന സ്ട്രാറ്റജി, അതായത് ഹോം സോൺ വേണം എന്ന് കൺസിഡറേഷൻ ഉള്ളവർക്ക് ഉള്ള ഓപ്ഷൻ ഏതാണ്? ട്രിവാൻഡ്രം, RRB ട്രിവാൻഡ്രം തന്നെ സെലക്ട് ചെയ്യുക. അതായത് കേരളത്തിന് വെളിയിൽ പോകാൻ പറ്റില്ല, സ്വന്തം വീട്ടിൽ നിന്ന് പോയി തന്നെ ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ RRB ട്രിവാൻഡ്രം മാത്രം വെക്കുക, വേറെ ഓപ്ഷനെ പറ്റി ചിന്തിക്കേണ്ട. അപ്പൊ അതിന്റെ ഗുണം ആർക്കാണ്? ഫാമിലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്, ഫാമിലിയുമായിട്ട് ചേർന്ന് നിൽക്കേണ്ടി വരും എന്ന് ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാർ RRB ട്രിവാൻഡ്രം മാത്രം വെക്കുക. ഇനി അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വളരെ അടുത്തായിരിക്കും, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമായിരിക്കും. ഇതാണ് അതിന്റെ പ്രോസ്. ഇനി എന്തൊക്കെയാണ് അതിന്റെ നെഗറ്റീവ്സ്? വേക്കൻസി കുറവാണ്, കമ്പാരിറ്റീവ്ലി ലോ വേക്കൻസി ആണ്. മോഡറേറ്റ് കോമ്പറ്റീഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ കോമ്പറ്റീഷൻ വളരെ കൂടുതലാവാനും സാധ്യതയുണ്ട്. കാരണം മറ്റു പല സോണിനെയും കമ്പയർ ചെയ്യുമ്പോൾ 2024 ട്രിവാൻഡ്രം സോണിൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കട്ട് ഓഫ് കുറവായിരുന്നു, കോമ്പറ്റീഷൻ കുറവായിരുന്നു 2024. അത് ചിലപ്പോൾ 2025 ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കോമ്പറ്റീഷൻ കുറച്ചുകൂടി ഈ വർഷം കൂടാൻ സാധ്യതയുണ്ട്. ഇതാണ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നെയ്ബർ സോൺ, അതായത്
നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെ പോകണം എന്നില്ല, പക്ഷെ ഒരുപാട് ട്രാവൽ ചെയ്യാൻ വയ്യ, സൗത്തിൽ തന്നെ സദേൺ സോണിൽ തന്നെ എവിടെയെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർ, നെയ്ബറിംഗ് സോൺ നോക്കുന്നവർക്ക് ചെന്നൈയും ബാംഗ്ലൂരും നോക്കാവുന്ന 2 ഓപ്ഷൻസ് ആണ്. അത് സൗത്ത് ഇന്ത്യ പ്രിഫറൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും ബെറ്റർ. അപ്പൊ അതിന് ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരം, ഒന്നാമത്തത് ദൂരം മാത്രമല്ല കൾച്ചറൽ ഡിഫറൻസ്, ഒരുപാട് കൾച്ചറൽ വേരിയേഷൻസ് ഒന്നും ഇല്ല. നമ്മുടെ സദേൺ പാർട്ടിനെ നോർത്തുമായിട്ട് കമ്പയർ ചെയ്താൽ ഒരുപാട് കൾച്ചറൽ ഡിഫറൻസ് ഒന്നും ഇല്ല. അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. ഇനി നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡറേറ്റ് ടു ഹൈ കോമ്പറ്റീഷൻ അവിടെയും ഉണ്ട്. ഈ 2 സ്ഥലങ്ങളിലും മോഡറേറ്റ് ടു ഹൈ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ട്രിവാൻഡ്രം നോക്കണോ ഈ 2 സോൺ നോക്കണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചെടുക്കേണ്ട ഡിസിഷൻ ആണ്. നെക്സ്റ്റ്, മാക്സിമം ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ബാലൻസ് ചെയ്ത് കുറച്ച് ട്രാവൽ ചെയ്യുന്നത് അത്ര ബുദ്ധിമുട്ടില്ല, പക്ഷെ എനിക്ക് അത്ര റിസ്ക് എടുക്കാൻ വയ്യ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കുള്ള ഓപ്ഷൻസ് ബിലാസ്പൂർ ഉണ്ട്, അതുപോലെ തന്നെ റാഞ്ചി ഉണ്ട്, മാൾഡയും ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. 3 കാര്യങ്ങളാണ്: ബിലാസ്പൂർ, റാഞ്ചി, മാൾഡ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഓപ്പർച്യൂണിറ്റി, അതായത് ഇത് മിസ്സാക്കാൻ വയ്യ, വലിയ റിസ്ക് എടുക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഈ 3 ഓപ്ഷൻസും ഉണ്ട്. ഹൈ വേക്കൻസി ആണ്, ലോ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ബിലാസ്പൂർ, റാഞ്ചി, മാൾഡ. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കിയാൽ കേരളത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. ഇനി നമ്മുടെ ലൈഫിന്റെ ഒരു ബെറ്റർ പാർട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ് റീലൊക്കേഷൻ ഒരുപക്ഷെ ആവശ്യമായിരിക്കും. അത് മാനേജ് ചെയ്യാൻ പറ്റുന്നവർ ഒരുപക്ഷെ ഈ ഓപ്ഷൻ എടുത്തോളുക. ഇനി ലാസ്റ്റ്, സേഫ്റ്റി സ്ട്രാറ്റജി, അതായത് എങ്ങനെയും ജോലി കിട്ടിയേ പറ്റൂ, എവിടെ ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, സേഫ് ആയിട്ട് എനിക്ക് ഈ വർഷം ഏറ്റവും എളുപ്പത്തിൽ ജോലി കിട്ടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് പറയാനുള്ളത്, അവര് ജസ്റ്റ് ചിലപ്പം സ്കോർ ചെയ്ത് ബോർഡർ ലൈൻ സ്കോറിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ അവരുടെ സെലക്ഷൻ ഈ ഒരു സോൺ സെലക്ഷനെ ചിലപ്പം ബാധിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ കട്ട് ഓഫ് ഒരുപാട് ഹൈ മാർക്ക് മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോണിൽ മാത്രം വെച്ചാൽ മതി. ഇനി അങ്ങനല്ല, അത്രയും സ്കോറിലേക്കൊന്നും എത്തുന്നില്ല, നമ്മളൊരു 70 റേഞ്ചിലൊക്കെ സ്കോർ എത്തിക്കാൻ പറ്റുന്നുള്ളൂ, 80-ന് മുകളിലോട്ടൊന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സേഫ്റ്റി സ്ട്രാറ്റജി പിടിച്ച് മാൾഡ, ബിലാസ്പൂർ, സിൽഗുരി ഈ 3 സോണുകളും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ലോവർ കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ലോവർ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജ് ചോദിച്ചാലോ, റീലൊക്കേഷൻ ഞാനിപ്പോ പറഞ്ഞു വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം, അതുപോലെ തന്നെ കൾച്ചറൽ ഡിഫറൻസ്. അപ്പൊ ഈ ഒരു മാട്രിക്സ്, ഈ ഒരു ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എന്ത് രീതിയിലാണ് നിങ്ങളുടെ സ്ട്രാറ്റജി വെക്കുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കാം. ആ ഡിസിഷൻസിനുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇവിടെ സെപ്പറേറ്റ് ടേബിളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി സ്കോർ ബേസ്ഡ് സ്ട്രാറ്റജി, നിങ്ങൾ കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലരെങ്കിലും RRB NTPC ചിലപ്പം 2024 പ്രിപ്പയർ ചെയ്തവരായിരിക്കും, 2025 ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ഇവാലുവേഷൻ ഒരുപക്ഷെ ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ഒരാൾ പേടിച്ചിട്ട് ഏറ്റവും കട്ട് ഓഫ് കുറവ് വരുന്ന കോമ്പറ്റീഷൻ കുറവുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ സ്കോർ 80+ അല്ലെങ്കിൽ 90യോട് അടുപ്പിച്ച് 85 മാർക്കൊക്കെ മേടിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, ഒരു വർഷമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കോമ്പറ്റീഷൻ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്കോറിംഗ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് സ്ട്രാറ്റജി തീരുമാനിക്കാം. നിങ്ങൾ 80+ സ്കോർ മേടിക്കുന്ന ആളാണ് അല്ലെങ്കിൽ മേടിക്കാൻ പറ്റുന്ന ആളാണ് ഉടനെ തന്നെ നിങ്ങൾ സ്ട്രോങ് ആണ് സബ്ജക്റ്റിൽ, അതായത് ചിലപ്പോൾ RRB ആസ്പിരൻസ് മാത്രമായിരിക്കത്തില്ല, SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരാണെങ്കിൽ 80+ ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന മാർക്ക്, അത്രയും കിട്ടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രിവാൻഡ്രം, ചെന്നൈ, സെക്കന്ദരാബാദ്, ബാംഗ്ലൂർ സോണുകൾ തിരഞ്ഞെടുക്കാം. അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഒരുപക്ഷെ 75 to 79 മോഡറേറ്റ് റേഞ്ചിലാണ് നിങ്ങളുടെ പഠിത്തം, അത്ര കോൺഫിഡൻസ് എനിക്ക് ആയിട്ടില്ല, ആവറേജ് ലെവലിൽ നിൽക്കുന്നതേ ഉള്ളൂ, ഇനി ഇംപ്രൂവ്മെന്റോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ഫോർ ബാംഗ്ലൂർ ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഓപ്റ്റ് ചെയ്യാം, റാഞ്ചി ഓപ്റ്റ് ചെയ്യാം, ബിലാസ്പൂർ ഓപ്റ്റ് ചെയ്യാം. ഈ 4 ഓപ്ഷൻസ് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ സോൺസിലും വേരിയേഷൻസ് ഉണ്ടാവും. നമ്മൾ പറയുന്നത് അക്യുറേറ്റ്ലി ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു അനാലിസിസ് ബേസ് ചെയ്ത് മാത്രമാണ് പറയുന്നത്. ഇതിനകത്തൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നേക്കാം. ഇനി ഏറ്റവും സ്കോർ കുറവാണ്, ഒരുപാട് സ്കോർസിലേക്ക് എത്താൻ പറ്റുന്നില്ല, 70 to 80 റേഞ്ച് ആണ്, 70 to 75 റേഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സേഫ്റ്റി ഗെയിം കളിച്ചേ പറ്റൂ. നിങ്ങൾക്ക് അത്ര മാർക്ക് എത്താൻ പറ്റുന്നില്ല, ആ ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റുമെന്ന് കോൺഫിഡൻസും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാതെ ഏറ്റവും സേഫസ്റ്റ് സോണിൽ നോക്കാം. അതാവുമ്പോൾ ബിലാസ്പൂർ, മാൾഡ, സിൽഗുരി ഈ 3 സോൺസിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ സോൺ സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ,
RRB NTPC ഇനി പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ദിശ അക്കാഡമിയുടെ RRB NTPCയുടെ ഏറ്റവും പുതിയ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് സെൻട്രൽ ഗവൺമെന്റ് റെയിൽവേ ജോബുകളിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്ത ദിശ അക്കാഡമിയുടെ സ്റ്റഡി മെത്തേഡ്സ്, ദിശ അക്കാഡമിയുടെ ട്രെയിനേഴ്സിനോടൊപ്പം ദിശ അക്കാഡമിയുടെ നോട്ട്സ്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ഓൺലൈൻ ലൈവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നവംബർ 1-നാണ്. നവംബർ 1-ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് ദിവസം കൂടിയുണ്ട്. എത്രയും നേരത്തെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാം. നേരത്തെ ജോയിൻ ചെയ്യുന്നവർക്ക് ഏർലി ബേർഡ്സ് ഓഫർ ഉണ്ടായിരിക്കും. കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നേരത്തെ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് മറക്കണ്ട, നവംബർ 1. മാത്രമല്ല, നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടൊരു സെന്ററിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ വർഷം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ സെന്റർ ചൂസ് ചെയ്യാം. അതിനായിട്ട് ദിശ അക്കാഡമിക്ക് 5 സെന്റേഴ്സ് ആണുള്ളത്. കേരളത്തില് ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശൂർ ആൻഡ് കോഴിക്കോട് 5 സെന്റേഴ്സിലും പുതിയ ബാച്ച് നവംബർ 3, നവംബർ 5 തീയതികളിൽ സ്റ്റാർട്ട് ചെയ്യാണ്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ 5 ഓഫ്ലൈൻ സെന്റേഴ്സിന്റെയും കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് എടുത്ത് ഡീറ്റെയിൽസ് ചോദിക്കുക. മാത്രമല്ല, ആ ദിവസങ്ങളിൽ ഡയറക്ട്ലി നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരികയാണെങ്കിൽ ഡയറക്റ്റ് ഫ്രീ ഓറിയന്റേഷൻ സെഷൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. അതായത് ഈ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം, അല്ലെങ്കിൽ തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ്, നമുക്ക് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്ന ഫ്രീ ഓറിയന്റേഷൻ സെഷൻ ദിശ അക്കാഡമിയുടെ 5 ബ്രാഞ്ചുകളിലും കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് യാതൊരു ഫീസും നിങ്ങൾക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഡേറ്റ് ഓർക്കുക, നവംബർ 3 ദിശ അക്കാഡമിയുടെ ട്രിവാൻഡ്രം ബ്രാഞ്ച്. ബാക്കി എല്ലാ ബ്രാഞ്ചുകളിലും കൊട്ടാരക്കര, കൊല്ലം, തൃശൂർ, കോഴിക്കോട് ബ്രാഞ്ചുകളിൽ നവംബർ 5 ഈ തീയതികളിൽ രാവിലെ 10 മണിക്ക് നിങ്ങൾ ഡയറക്ട്ലി ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തുക. നമ്മുടെ ദിശ അക്കാഡമിയുടെ എക്സ്പേർട്ട് ട്രെയിനേഴ്സുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കണ്ട് സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് നിങ്ങൾക്ക് പോകാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിലും ജോയിൻ ചെയ്യാം. ഓക്കെ, മറ്റു കാര്യങ്ങൾ നമ്മൾ സോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ്, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാർക്ക് ഇങ്ങനെ സോണുകളെ പറ്റി ധാരണയൊന്നുമില്ല. അപ്പൊ സാധാരണ പലരും ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന്, ഓൺലി അപ്ലൈയിങ് ടു ഹോം സോൺ, ലിമിറ്റഡ് വേക്കൻസീസ്. പലപ്പോഴും നമ്മളുടെ ഹോം സോൺ മാത്രം, ഇപ്പൊ ട്രിവാൻഡ്രം ആണ് ആ സോൺ എന്ന് പറയുന്നത് അല്ലെ, ട്രിവാൻഡ്രം ആണ് ഹോം സോൺ, നമ്മളുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ ഹോം സോൺ. അപ്പൊ മറ്റ് സോണിൽ അപ്ലൈ ചെയ്യണം എന്ന് പോലും കുറെ ആൾക്കാർക്ക് ധാരണയില്ല. അവര് RRB ട്രിവാൻഡ്രം എടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. ഇതൊരു മിസ്റ്റേക്ക് ആണ്. ഇത് അനാലിസിസ് ചെയ്യാത്ത അല്ലെങ്കിൽ അറിവില്ലായ്മ കാരണം സംഭവിക്കുന്നതാണ്. അവര് പലയിടത്തേക്കും ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാരും ആയിരിക്കും. പക്ഷെ അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് ഹോം സോണിൽ മാത്രം അപ്ലൈ ചെയ്യുന്നു. അവിടെ വേക്കൻസി കുറവാണ്, അവിടെ കട്ട് ഓഫ് കൂടുതലായിരുന്നു, അത് കാരണം അവർക്ക് ജോലി കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് സംഭവിക്കരുത്. കാര്യം മനസ്സിലാക്കി മാത്രം ഏത് സോൺ വേണമെന്ന് തീരുമാനിക്കുക. 2, ഇഗ്നോറിംഗ് കോമ്പറ്റീഷൻ ലെവൽ. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ സോണിലും വേക്കൻസി മാത്രമല്ല ഡിസൈഡ് ചെയ്യുന്നത്, അവിടുത്തെ കോമ്പറ്റീഷൻ ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ അനാലിസിസ് ചെയ്താൽ നമുക്ക് അതിനെപ്പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവും. നെക്സ്റ്റ്, നോട്ട് അക്കൗണ്ടിങ് ഫോർ റീലൊക്കേഷൻ. അതായത് ചില ആൾക്കാർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അവര് ഉറപ്പായിട്ടും മറ്റൊരു സോൺ അപ്ലൈ ചെയ്താൽ അവർക്ക് അങ്ങോട്ട് ജോലി കിട്ടിയാൽ റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് ആ ജോലിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. അടുത്തത്, നോട്ട് ചെക്കിംഗ് മെഡിക്കൽ റിക്വയർമെന്റ്സ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ്. ഇതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ചെയ്യുന്നതായിരിക്കും. 2024 NTPCയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു. 2025 ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നോട്ട് ചെക്കിംഗ് മെഡിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഐ വിഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഐ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അവര് ഒരു പോസ്റ്റിന് എലിജിബിൾ അല്ലാതിരിക്കെ അവരതിന് അപ്ലൈ ചെയ്യുകയും ആ പോസ്റ്റിൽ അവർക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്താൽ ഇൻ ദ എൻഡ് അവർ കഷ്ടപ്പെട്ട് പഠിച്ചതെല്ലാം വെറുതെ ആവും. സോ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ, സ്റ്റേഷൻ മാസ്റ്റർ, ഗൂഡ്സ് ട്രെയിൻ മാനേജർ, അങ്ങനെ കുറെ പോസ്റ്റുകൾ NTPCക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ലാസ്റ്റ്, ഫോളോയിങ് പിയർ ചോയ്സസ് ബ്ലൈൻഡ്ലി. അതായത് നിങ്ങളുടെ സുഹൃത്തുക്കൾ വെറുതെ പറയുന്നു അവിടെ അപ്ലൈ ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ഐഡിയയും ഇല്ലാതെ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ആർക്കും വരില്ല. ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ പറയില്ല, കാരണം നിങ്ങൾ ചോദ്യം ചെയ്യും, ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. സോ പിയർ അഡ്വൈസസ് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാതെ നിങ്ങൾ ഞാൻ പറഞ്ഞ ഫാക്ടേഴ്സ് വെച്ചിട്ട് അനലൈസ് ചെയ്ത് മാത്രം നിങ്ങൾ
ഡിസിഷൻ മേക്ക് ചെയ്തോളുക. ഇനി എക്സ്പേർട്ട് ടിപ്സ് പറയാനുള്ളത്, നിങ്ങൾ ഇനി നിങ്ങളുടെ സോൺ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെയാണ്? കുറെ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻലി 3 സോൺ അപ്രോച്ച് ആണ് നിങ്ങൾ എടുക്കുന്നത്. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഹോം, നിങ്ങളുടെ വീടുമായിട്ടുള്ള ദൂരം, നിങ്ങൾ ഹോമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഫാക്ടറാണ്, അത് കൺസിഡർ ചെയ്യണം. ദൂരം ഒരു ഫാക്ടറാണ്, കൺസിഡർ ചെയ്യണം. 2, ഓപ്പർച്യൂണിറ്റി, അതായത് നിങ്ങൾക്ക് ഒരു സോണിൽ വേക്കൻസീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് കൺസിഡർ ചെയ്യണം. ഇനി 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് സേഫ് സോൺ, അതായത് അവിടുത്തെ കോമ്പറ്റീഷൻ ലെവൽ, അവിടെ എന്താണ് സിറ്റുവേഷൻ, ലാസ്റ്റ് ഇയറിലെ കോമ്പറ്റീഷൻ എന്താണോ, തുടങ്ങിയ കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ കൺസിഡർ ചെയ്തായിരിക്കും നിങ്ങൾ ഡിസിഷൻ ഇൻ ദ എൻഡ് എടുക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കറന്റ് ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് സോൺ സെലക്ട് ചെയ്യാം. അതായത് എനിക്ക് എത്ര അങ്ങോട്ട് ചെയ്തിട്ടും ഒരു 80+ സ്കോറിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കരുത്. ഏറ്റവും കോമ്പറ്റീഷൻ ഉള്ള സോണിൽ നിങ്ങൾ വെക്കാൻ മനസ്സ് വെക്കരുത്. പകരം അതിന്റെ ഒന്നുകിൽ മിഡ് അല്ലെങ്കിൽ ലോ കട്ട് ഓഫ് വരുന്ന തരത്തിലേക്ക് നിങ്ങൾ വെക്കുക. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഹയർ മാർക്സിലേക്ക് എത്താൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഫാക്ടർ, നിങ്ങളുടെ സ്കോർ ഒരു ഫാക്ടറാണ്, അത് കൺസിഡർ ചെയ്യുക. ഇനി റിസർച്ച് റെയിൽവേ സോൺ കവറേജ്, അതായത് ഓരോ സോണിനും അവിടെ ഇപ്പൊ RRB ട്രിവാൻഡ്രം എന്ന് പറയുന്നതിന് ഒരു സോൺ പരിധി ഉണ്ട്. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അതിന്റെ റിക്രൂട്ട്മെന്റ് പരിധി വരുന്നതെന്ന്. അപ്പൊ ആ പരിധിയെ പറ്റി ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇപ്പൊ RRB ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഇന്ന ഏരിയയിലുള്ള കാര്യങ്ങൾ, അതുപോലെ ഇന്ന ഫാക്ടറീസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെ പല സോൺസ്, പല ഏരിയാസ് ആണ് അതിന്റെ ഒരു പരിധി കവർ ചെയ്യുന്നത്, അവിടുത്തെ റിക്രൂട്ട്മെന്റ് ആണ് കവർ ചെയ്യുന്നത്. അപ്പം അത് കൃത്യമായിട്ടൊന്ന് റിസർച്ച് ചെയ്യുക. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ അല്ലെങ്കിൽ നോർത്തേൺ പാർട്ടിലുള്ളവർക്ക് ഒരുപക്ഷെ ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ട സോൺ ഓക്കെ ആയിരിക്കും, അല്ലെ? അപ്പൊ അവിടെ ജോലി കിട്ടിയാൽ ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ജോലി കിട്ടുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഓരോ സോണുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു പരിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയും നിങ്ങൾ റിസർച്ച് നടത്തുക. ഈ സ്റ്റഡി പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ട്രെൻഡ്സ്, അത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ട്രെൻഡ്സ് അനലൈസ് ചെയ്യുക, അതിനെ ബേസ് ചെയ്ത് ഫൈനൽ ഡിസിഷൻ എടുക്കുക. ഇനി ഫോക്കസ് ഓൺ പ്രിപ്പറേഷൻ, ടാർഗറ്റ് 75+ സ്കോർ, പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യുക. ഫൈനലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യുക. 75+ എന്ന് പറഞ്ഞാൽ പോലും 80+ തന്നെ സ്കോർ, ഏറ്റവും മിനിമം 80+ലേക്ക് സ്കോർ എത്തുക. എത്ര മാക്സിമം മാർക്ക് പോവാം അത്രയും നല്ലത്. 80+ എന്ന് പറഞ്ഞാൽ 80 എത്തി ഞാൻ നിർത്തുക എന്നല്ല, എത്ര കൂടുതൽ മാർക്ക് മേടിക്കാം അത്രയും കൂടുതൽ മാർക്ക് മേടിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഈ ഒരു ടിപ്പുകൾ യൂസ് ചെയ്തിട്ട് വേണം ഇൻ ദ എൻഡ് നിങ്ങൾ ഡിസിഷൻ മേക്ക് ചെയ്യാൻ. ഇപ്പൊ ഞാൻ കുറെ ഇൻഫർമേഷൻസ് നിങ്ങളോട് പറഞ്ഞു, ഇത് ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ആരും സോൺ സെലക്ഷൻ ചെയ്യരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആൾക്കാരാണ് എന്റെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും ഡിസിഷൻ ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങളുടെ റിക്വയർമെന്റ്, നിങ്ങളുടെ കൺസ്ട്രെയിൻസ്, നിങ്ങളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി മാത്രം ഏത് സോൺ വേണമെന്ന് തീരുമാനിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തന്നത്. ഇനി ടൈം ലൈൻ ആൻഡ് കീ ഡേറ്റ്സ് ഒന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഒക്ടോബർ നവംബർ സമയങ്ങളിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നത്. നെക്സ്റ്റ് വീക്ക് അണ്ടർ ഗ്രാജുവേറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ കഴിയും. ഇനി CBT 1 എക്സാം എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പലർക്കും ചോദ്യമുണ്ട്. നമ്മൾ എന്തായാലും നമ്മുടെ മുമ്പിൽ കുറച്ച് പരീക്ഷകൾ കണ്ടക്ട് ചെയ്യാനുണ്ട്. RRBയുടെ ഗ്രൂപ്പ് D പരീക്ഷ കണ്ടക്ട് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ടെക്നീഷ്യൻ 2025 വിളിച്ചതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യാനുണ്ട്. ALPയുടെ എക്സാം കണ്ടക്ട് ചെയ്യാനുണ്ട്. അതിനുശേഷം മാത്രമേ എന്തായാലും നമുക്ക് ഈ ഒരു പരീക്ഷ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ CBT 1 ഫെബ്രുവരിക്ക് ശേഷം മാത്രമേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. എന്തായാലും മാർച്ച് ആവാതെ ഒരുപക്ഷെ ഈ പരീക്ഷ നടക്കാൻ സാധ്യതയില്ല. അതായത് മാർച്ചിൽ തന്നെ നടക്കുമെന്നല്ല, ഒരുപക്ഷെ വീണ്ടും നീണ്ടു പോയേക്കാം. അപ്പൊ മിനിമം നമ്മുടെ മുമ്പിൽ എത്ര സമയമുണ്ട്? ഇതിപ്പോ നമ്മൾ ഒക്ടോബർ കഴിഞ്ഞു എന്ന് തന്നെ കരുതാം. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 4 മാസം ഗ്യാരണ്ടീഡ് ആയിട്ടുണ്ട്. പിന്നീടുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ബോണസ് ആണെന്ന് കരുതുക. 5ഓ 6ഓ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാസം CBT 1 കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ CBT 1 കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. പിന്നീട് ഒരു മാസം കഴിയുമ്പോൾ ടയർ 2 കണ്ടക്ട് ചെയ്തെന്നും എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം ജൂൺ ജൂലൈയോട് കൂടി നമുക്ക് ഫൈനൽ റിസൾട്ട് വരെ വന്നേക്കാം എന്ന് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ടൈം കൃത്യമായിട്ട് വരുമെന്നല്ല പറഞ്ഞ്, അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ല. ഒഫീഷ്യൽ സോഴ്സിൽ ഒന്നും ഇങ്ങനത്തെ കാര്യം പറയുന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ട ടൈം ലൈൻ മാത്രമാണ്. ഇനി യൂസ്ഫുൾ റിസോഴ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യേണ്ട നമ്പർ 1 റിസോഴ്സ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ RRBയുടെ വെബ്സൈറ്റുകൾ മാത്രമാണ്. അല്ലാത്ത വെബ്സൈറ്റുകളിലൊന്നും വന്നിരിക്കുന്ന യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷൻസും നിങ്ങൾ എടുക്കരുത്. അതുപോലെ
പ്രീവിയസ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനത്തെ ജെനുവിൻ വെബ്സൈറ്റ്സ് മാത്രം നോക്കുക. പിന്നീട് നിങ്ങൾക്ക് റിസോഴ്സിന് നിങ്ങൾക്ക് ജെനുവിൻലി വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ദിശ അക്കാഡമി നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് തന്നെ ഏകദേശം 3300-ൽ പുറത്ത് വീഡിയോസ്, അതിൽ മെജോറിറ്റിയും റെയിൽവേ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റെയിൽവേ പരീക്ഷയെ പറ്റിയുള്ള കംപ്ലീറ്റ് കണ്ടന്റ്, ഐഡിയാസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ സോൺ സെലക്ഷൻ ഉൾപ്പെടെ 2024 അന്നത്തെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. 2018 ശേഷം 2019 മുതൽ വളരെ ക്ലിയർലി റെയിൽവേ SSC എക്സാംസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന കേരളത്തിലെ ഒന്നാമത്തെ സ്ഥാപനം എന്ന് തന്നെ പറയണം. കാരണം ഇത്രയും കൂടുതൽ കണ്ടന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കേരളത്തിലെ മറ്റ് സ്ഥാപനങ്ങളില്ല എന്ന് തന്നെ ആധികാരികമായിട്ട് പറയാം. സോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദിശ അക്കാഡമിയെ ട്രസ്റ്റ് ചെയ്യാം. ദിശ അക്കാഡമിയോടൊപ്പം ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ക്ലാസ്സുകൾ കണ്ടു പോലും നിങ്ങൾക്ക് പഠിക്കാം. ദിശ അക്കാഡമിയുടെ ചാനലിൽ ഏകദേശം റെയിൽവേ മാത്രമാണെങ്കിൽ ഏകദേശം 2000-ൽ പുറത്ത് ഫ്രീ വീഡിയോസ് അവൈലബിൾ ആണ്. അതൊക്കെ കണ്ട് പഠിക്കാം. അത് പഠിക്കാൻ പറ്റാത്തവർക്കാണ്, അല്ലെങ്കിൽ കുറേയും കൂടെ ബെറ്റർ ഗൈഡൻസ് വേണം എന്നുള്ളവർക്കാണ് ഓൺലൈൻ കോഴ്സ്. ഇനി നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് കംപ്ലീറ്റ് സപ്പോർട്ട് വേണം എന്നുള്ളവർക്കാണ് ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്ററുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു തരത്തിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ദിശ അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരുപാട് പേര് സെൻട്രൽ ഗവൺമെന്റ് റെയിൽവേ ജോലികളിൽ എത്തിച്ച ദിശ അക്കാഡമിയുടെ ആ ഒരു സ്ട്രെങ്തുമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. സോൺ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഓരോ കാര്യങ്ങൾ റെയിൽവേ NTPC എക്സാമിന് അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോസുമായിട്ട് ഇനി ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം RRB എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് NTPCയുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മറ്റുള്ളവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.